are going to discuss about physical policy. ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എക്കണോമിക് ആക്ടിവിറ്റിയെ അല്ലെങ്കിൽ എക്കണോമിക് ഫ്ലക്ച്വേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന പോളിസിയാണ് ഫിസിക്കൽ പോളിസി. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ടാക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെപ്റ്റ് മാനേജ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഗവൺമെൻറ് അവരുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ ടാക്സസോ ഡെപ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഒരു എക്കോണമിയിലുള്ള ഫ്ലക്ച്വേഷനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഗവൺമെൻറ് സ്പെൻഡിങ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ, ടാക്സ്, ഡെപ്റ്റ് മാനേജ്മെൻറ്റ്. എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? എംപ്ലോയ്മെൻറ്റിൽ വരുന്ന മാറ്റം, പ്രൈസിൽ വരുന്ന മാറ്റം, അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരുന്ന മാറ്റം. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്കോണമിയെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് ഫിസിക്കൽ പോളിസി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ ടാക്സസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അതിലൂടെയൊക്കെയാണ് എക്കണോമിക് ആക്ടിവിറ്റിയെ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത് അല്ലെങ്കിൽ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? കെയ്ൻസ് ആണ്. നമ്മൾ ഗ്രേറ്റ് ഡിപ്രഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, 1930 ഗ്രേറ്റ് ഡിപ്രഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു കെയ്ൻസ് ആണ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫിസിക്കൽ പോളിസി പോപ്പുലറൈസ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇപ്പോൾ ഫിസിക്കൽ പോളിസി വാസ് പോപ്പുലറൈസ്ഡ് ബൈ കെയ്ൻസ് ഡ്യൂറിങ് ദ ഡിപ്രഷൻ ഓഫ് 1930s. വാട്ട് ഈസ് ഫിസിക്കൽ പോളിസി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഫിസിക്കൽ പോളിസി ഈസ് ദ യൂസ് ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സസ് ആൻഡ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ് ടു അഡ്ജസ്റ്റ് എംപ്ലോയ്മെൻറ്റ്, പ്രൈസസ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സും ഡെപ്റ്റ് മാനേജ്മെൻറ്റും ഒക്കെ എംപ്ലോയ്മെൻറ്റും പ്രൈസും അഗ്രിഗേറ്റ് ഡിമാൻഡും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആരാ കൊണ്ടുവന്നത്? കെയ്ൻസ് ആണ്. ഏതാ ഇയർ? 1930s. ഇനി നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ പോളിസി. ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ പോളിസി ആർ ദ ഫോളോയിങ്. ദ ഫസ്റ്റ് വൺ ഈസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഫിസിക്കൽ പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ പോളിസിയുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റേസിംഗ് ദ പ്രൊപ്പൻസിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ടു കൺസ്യൂം ത്രൂ പ്രോഗ്രസീവ് ടാക്സേഷൻ. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ എംപ്ലോയ്മെൻറ്റ് ലെവൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് ആളുകളുടെ കൺസംഷൻ്റെ കഴിവ് വർദ്ധിക്കുന്നതിലൂടെയാണ്. ഓക്കെ, അതായത് ആളുകൾക്ക് കൺസ്യൂം ചെയ്യാനുള്ള കഴിവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ഔട്ട്പുട്ട് ഡിമാൻഡ് ചെയ്യും. ആ ഔട്ട്പുട്ട് ഡിമാൻഡ് ചെയ്യണം, ഔട്ട്പുട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യണം? ജോലിക്ക് നിർത്തണം, അല്ലേ? അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കും. അപ്പോൾ അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് ഒരു എക്കോണമിക്ക് എത്താൻ പറ്റുന്നത് എന്നാണ് കെയ്ൻസ് പറഞ്ഞത്. ഓക്കെ, according to Keynes, the level of employment can be increased by raising the propensity of the community to consume through progressive taxation. ഇപ്പോൾ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് ടാക്സ് കൂട്ടുക. ഇൻകം ബേസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ടാക്സ് അതിനനുസരിച്ച് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻകം കൂടുതലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് റേറ്റ് ചുമത്തുക എന്നുള്ളതാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ. അപ്പോൾ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അനദർ മെഷർ സജസ്റ്റഡ് ബൈ കെയ്ൻസ് ടു റൈസ് ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അടുത്തൊരു മെഷറായിട്ട് പറയുന്നത് പബ്ലിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ജോലി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതാണ് അടുത്തൊരു മെഷറായിട്ട് കെയ്ൻസ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ് ഫിസിക്കൽ പോളിസിയുടെ? ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, ദ സെക്കൻഡ് വൺ ഈസ് ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. Physical policy aims at the diversion of existing resources from unproductive to productive and socially desirable uses.
അപ്പോൾ പ്രൊഡക്റ്റീവ് അല്ലാതെ കിടക്കുന്ന പ്രൊഡക്റ്റീവായിട്ട് കിടക്കുന്ന റിസോഴ്സസിനൊക്കെ പ്രൊഡക്റ്റീവിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഫിസിക്കൽ പോളിസി എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ പോളിസിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഡൈവേർഷൻ മാറ്റുക, അല്ലെ? ഡൈവേർഷൻ ഓഫ് എക്സിസ്റ്റിംഗ് റിസോഴ്സസ് ഫ്രം അൺപ്രൊഡക്റ്റീവ് ടു പ്രൊഡക്റ്റീവ് ആൻഡ് സോഷ്യലി ഡിസൈറബിൾ യൂസസ്. ഒരു സമൂഹത്തിന് മൊത്തം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കും, അതേപോലെ അൺപ്രൊഡക്റ്റീവായിട്ട് കിടക്കുന്ന റിസോഴ്സിനൊക്കെ പ്രൊഡക്റ്റീവ് പർപ്പസിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതുമാണ് ഫിസിക്കൽ പോളിസിൻ്റെ രണ്ടാമത്തെ എയിം. So hence physical policy is framed with a view to achieve optimum allocation of the resource of an economy. Okay, and the third one is equitable distribution of income and wealth. An important objective of physical policy is the reduction in the inequality in the distribution of income and wealth. This could be attained by transferring wealth from the rich to the poor. The major instruments used by the government for this purpose are taxes and savings. മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻകത്തിലും അതേപോലെ വെൽത്തിലും ഉള്ള ഇനീക്വാളിറ്റി, അസമത്വം എന്ത് ചെയ്യുക, കുറക്കുക എന്നുള്ളതാണ് ഫിസിക്കൽ പോളിസിയുടെ മറ്റൊരു എയിം എന്ന് പറയുന്നത്. അതായത് ഒരു എക്കോണമിയിലുള്ള ആളുകളുടെ ഇടയിൽ റിച്ചാണ് പുവറാണ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇനീക്വാളിറ്റി ഉണ്ടല്ലോ, അത് നികത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ എയിമായിട്ട് പറയുന്നത്. അതെങ്ങനെയാണ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ ഇൻകം ഉള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ആ ഇൻകം ഗവൺമെൻറ്റിലേക്ക് എത്തിച്ച് അത് പാവങ്ങളുടെ ഇടയിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് ടാക്സും സേവിങ്സുമാണ്. അതായത് കൂടുതൽ ഇൻകം ഉള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അവരുടെ ഇൻകം ഗവൺമെൻറ് പിടിച്ചെടുക്കുക. ഏത് വഴിയാണ്? ടാക്സ് ചുമത്തുന്നതായി. അപ്പോൾ കൂടുതൽ ഇൻകം ഉള്ള ആളുകൾക്ക് കൂടുതൽ ടാക്സ് റേറ്റ് ചുമത്തുക, അപ്പോൾ അവരുടെ കയ്യിലുള്ള ഇൻകം ഗവൺമെൻറ്റിൻ്റെ അടുത്തെത്തും. ഇനി ഒരു ട്രാൻസ്ഫർ പേയ്മെൻറ്റിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, അത് പാവങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യമായിട്ട്, അതായത് മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. Fourth one is economic growth. Promotion of economic growth is another objective of fiscal policy. This can be attained by increasing the rate of capital accumulation through public investment. നാലാമത്തേത് എന്താണ്? എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് നേടിയെടുക്കുന്നത്, അറ്റൈൻ ചെയ്യുന്നത്? ബൈ ഇൻക്രീസിങ് ദി റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ത്രൂ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള നാലാമത്തെ ഒബ്ജക്റ്റീവും കൂടെ നേടിയെടുക്കുന്നത്. ഓക്കെ, then the fifth one is price stability. Protecting the economy from inflation is another objective of fiscal policy. High rate of inflation is harmful to the economy. അപ്പോൾ ഇൻഫ്ലാഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ജനറൽ പ്രൈസ് ലെവൽ എന്നാണ് സിമ്പിളായിട്ട് ഇൻഫ്ലാഷനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്കോണമിയെ ഇൻഫ്ലാഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നെക്സ്റ്റ് ഫിഫ്ത്ത് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ പോളിസി ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, സെക്കൻഡ് ഈസ് ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ പ്രൈസ് സ്റ്റെബിലിറ്റി. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫിസിക്കൽ പോളിസി. അപ്പോൾ ഫിസിക്കൽ പോളിസിയിൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മളിനി പറയുന്നത്. അപ്പോൾ മേജർ ഇൻസ്ട്രുമെൻറ്റ്സ് ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സസ്, സേവിങ്സ് ആൻഡ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു എക്കോണമിയിലുള്ള ഫ്ലക്ച്വേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സസ്, സേവിങ്സ് ആൻഡ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഇനി പറയുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ഗവൺമെൻറ് സ്പെൻഡിങ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ സ്റ്റിമുലൈസ് എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട്, ഇൻകം ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമിയിലുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡിനെ, അതുപോലെ ഇൻകത്തിനെ, ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചേഴ്സ് ആർ എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ പബ്ലിക് വർക്ക്സ്, റിലീഫ് എക്സ്പെൻഡിച്ചേഴ്സ്, സബ്സിഡീസ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്ന ഏതൊക്കെയാണ്? പബ്ലിക് വർക്ക്സിൽ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുക, റിലീഫ് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുക, സബ്സിഡീസ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് വരുന്ന ഇൻഷുറൻസ്, പിന്നെ ആളുകൾക്ക് എങ്ങനെയും പണം ഒരു സാധനം വാങ്ങാതെ എത്തിക്കുക എന്നുള്ളതാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്സിഡീസ്, റിലീഫ് എക്സ്പെൻഡിച്ചറൊക്കെ വഴിയാണ് ഗവൺമെൻറ് സ്പെൻഡിങ് നടക്കുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത്, പണപ്പെരുപ്പുള്ള സമയത്ത് എന്ത് ചെയ്യും? ഒരു എക്കോണമിയിൽ നിന്ന് പണം പിൻവലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറക്കും.
ഈ ഡീഫ്ലാഷനാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പണം ആളുകളുടെ കയ്യിലില്ല, അതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടിയിട്ട് പണം ആളുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് വർക്ക്സ്. ഇപ്പോൾ പബ്ലിക് വർക്ക്സിൽ എക്സ്പെൻഡിച്ചർ അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ജോലി കിട്ടുമ്പോൾ അവരുടെ കയ്യിൽ ഇൻകം വരും അല്ലേ. അതുവഴി എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കൂടും, ഡിമാൻഡ് കൂടും, ഔട്ട്പുട്ട് കൂടും. അപ്പോൾ ഡീഫ്ലാഷണറി പ്രഷർ മാറും. അങ്ങനെയാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടാക്സസ്. Taxes determine the size of disposable income in the hands of the people. A change in tax structure will influence the level of aggregate demand and employment. ഇപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ഒരാളുടെ ഇൻകം തീരുമാനിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പങ്കുണ്ട് ടാക്സിന് അല്ലേ. ഇപ്പോൾ ആളുകളുടെ കയ്യിലുള്ള ഇൻകം തീരുമാനിക്കുന്ന ടാക്സിന് നല്ലൊരു റോൾ തന്നെ ഉണ്ട്. ടാക്സസ് ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം മൈനസ് ടാക്സ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ് ടാക്സ് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ ആരുടെ കയ്യിൽ നിന്ന് പോകും, നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് പോകും. A change in the tax structure will influence the level of aggregate demand and employment. ഇപ്പോൾ ടാക്സ് സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ആഗ്രിഗേറ്റ് ഡിമാൻഡിനെയും എംപ്ലോയ്മെൻറ്റിനെയും ഒക്കെ ബാധിക്കും. ഇപ്പോൾ കൂടുതൽ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇൻഫ്ലാഷണറി പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുടെ കയ്യിൽ പൈസ ഉണ്ട്, എക്കോണമിയിൽ കൂടുതൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഗവൺമെൻറ് ടാക്സ് കൂട്ടും, ടാക്സ് വർദ്ധിപ്പിക്കും. അങ്ങനെ ആകുമ്പോൾ ആ പൈസ ഒക്കെ ഗവൺമെൻറ് അടുത്തേക്ക് എത്തും. ഇനി ഡീഫ്ലാഷണറി പ്രഷറാണെന്നുണ്ടെങ്കിൽ ആളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള ടാക്സ് എന്ത് ചെയ്യും, കുറക്കും. അപ്പം അത്രയും ക്യാഷ് എന്ത് ചെയ്യും, ഈ ആളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ടാക്സ് പ്രവർത്തിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സേവിങ്സ്. സേവിങ്സ് ഡിറ്റർമിൻ ദ ലെവൽ ഓഫ് പ്രൈവറ്റ് സ്പെൻഡിങ് ഇൻ ദ എക്കോണമി. ഇപ്പോൾ എക്കോണമിയിലെ പ്രൈവറ്റ് സ്പെൻഡിങ്ങിനെ തീരുമാനിക്കുന്നത് സേവിങ്സ് ആണ്. ദ ഗവൺമെൻറ് അഡോപ്റ്റ്സ് കമ്പൽസറി സേവിങ് സ്കീംസ് ടു കൗണ്ടറാക്ട് ഇൻഫ്ലേഷൻ. അപ്പോൾ ഗവൺമെൻറ് കമ്പൽസറി ആയിട്ട് നിർബന്ധിച്ച് സേവ് ചെയ്യിപ്പിക്കുക, അതാണ് സേവിങ്സ് കൊണ്ട് പറയുന്നത്. ഇപ്പോൾ ഇൻഫ്ലാഷണറി പ്രഷറാണുള്ളതെന്നുണ്ടെങ്കിൽ, കൂടുതൽ പണപ്പെരുപ്പാണുള്ളതെന്നുണ്ടെങ്കിൽ എന്താണ്, ഗവൺമെൻറ് കമ്പൽസറി ആയിട്ട് നിർബന്ധിച്ച് സേവിങ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് പണം, എക്കോണമിയിലെ പണം എന്ത് ചെയ്യും, സേവിങ്സ് ആയിട്ട് പോകും. അങ്ങനെ ഇൻഫ്ലേഷനെ കുറക്കാൻ കഴിയും. അപ്പോൾ നെക്സ്റ്റ് ഈസ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ്. ഡെപ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ എ ടൂൾ ഓഫ് ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസിയിൽ വരുന്ന നെക്സ്റ്റ് ടൂളാണ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ്. ഗവൺമെൻറ് അവർ കളക്ട് ചെയ്യുന്ന ടാക്സിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ, ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടി വരും, കടം വാങ്ങേണ്ടി വരും. അപ്പോൾ പബ്ലിക് ഡെപ്റ്റ് മേ ബി മാനേജ്ഡ് ഇൻ സച്ച് എ വേ ആസ് ടു ഇൻഫ്ലുവൻസ് സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കോണമി. അപ്പോൾ അതാണ് പബ്ലിക് ഡെപ്റ്റ്. ഈ കടം വാങ്ങുന്നതാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അത് മാനേജ് ചെയ്യുന്നതും സപ്ലൈ ഓഫ് മണീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പറയുന്നത്: ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സ്, സേവിങ്സ്, ഡെപ്റ്റ് മാനേജ്മെൻറ്റ്. നമ്മളെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും അതുപോലെ ടാക്സും ആണ് കേട്ടോ. ഇത് രണ്ടും എങ്ങനെയാണ് ഇൻഫ്ലാഷണറി അതേപോലെ ഡീഫ്ലാഷണറി ടൈമിലൊക്കെ ഒരു എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സസും. ഓക്കെ, സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഫ്ലാഷണറി അല്ലെങ്കിൽ ഡീഫ്ലാഷണറി പീരീഡൊക്കെ ഫിസിക്കൽ പോളിസി ഉപയോഗിച്ചുകൊണ്ട് എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതിനെയാണ് കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസി എന്ന് പറയുക. ഒന്നെങ്കിൽ ഈ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ടാക്സോ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് കുറച്ചുകൊണ്ടായിരിക്കും. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ടാക്സും കുറച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക. അപ്പോൾ നമ്മുടെ എക്കോണമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതായത് ഫ്ലക്ച്വേഷൻ, നാഷണൽ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അതൊക്കെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ, ഓവർകം ചെയ്യാൻ, ബാലൻസ് വരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഫിസിക്കൽ പോളിസിയെ നമുക്ക് കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസി എന്ന് പറയാം. ഓക്കെ, കോമ്പൻസേറ്ററി മീൻസ് നഷ്ടപരിഹാരം എന്നുള്ള രീതിയിലാണ്. Compensatory fiscal policy combines deficit and surplus financing in an attempt to achieve a high level of employment by maintaining high level of national income. അപ്പോൾ കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസിയിൽ ഡെഫിസിറ്റ് ഫിനാൻസിങ് ഉണ്ട്, അതുപോലെ സർപ്ലസ് ഫിനാൻസിങ് ഉണ്ട്. കുറവുള്ള സമയത്തുള്ളതും അതേപോലെ കൂടുതലുള്ള സമയത്ത്, അല്ലെങ്കിൽ കൂടുതൽ ചിലവഴിക്കുക കുറവ് ചിലവഴിക്കുക എന്നുള്ള രീതിയിൽ. ഇൻ ആൻ അറ്റംപ്റ്റ് ടു അച്ചീവ് എ ഹൈ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ബൈ മെയിൻറ്റെയിനിങ് എ ഹൈ ലെവൽ ഓഫ് നാഷണൽ ഇൻകം. അപ്പോൾ ഹൈ ലെവൽ നാഷണൽ ഇൻകം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഹൈ ലെവൽ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഡെഫിസിറ്റ് ഫിനാൻസിങ് അല്ലെങ്കിൽ സർപ്ലസ് ഫിനാൻസിങ്ങോ ആയിരിക്കും ഇതിൽ വരിക, അല്ലെങ്കിൽ കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസിയിൽ വരിക.
To maintain the desired level of income during a depression, a reduction in private investment must be compensated by a government policy of either increasing government spending or reducing taxes or both. ഇപ്പോൾ ഡിപ്രഷൻ്റെ സമയത്തിൽ ഒരു ലെവൽ ഓഫ് ഇൻകം മെയിൻറ്റെയിൻ ചെയ്യാൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പോളിസി എന്തായിരിക്കും? ഒന്നെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടുക, എക്സ്പെൻഡിച്ചർ കൂട്ടുക, അല്ലെങ്കിൽ ടാക്സസ് കുറക്കുക. ഓക്കെ, ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടുക അല്ലെങ്കിൽ ടാക്സ് കുറക്കുക. അപ്പോൾ ഡിപ്രഷൻ്റെ സമയത്ത് ഒരു നല്ല രീതിയിൽ ലെവൽ ഓഫ് ഇൻകം മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് പകരമായിട്ട് എന്ത് ചെയ്യുക, ഗവൺമെൻറ് കൂടുതൽ സ്പെൻഡിങ് നടത്തും, അതേപോലെ ടാക്സ് എന്ത് ചെയ്യും, കുറയ്ക്കുകയും ചെയ്യും. ടു മെയിൻറ്റെയിൻ ദ ഡിസൈർഡ് ലെവൽ ഓഫ് ഇൻകം ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ഓവർ എക്സ്പാൻഷൻ, അത് പണപ്പെരുപ്പം ആണെന്നുണ്ടെങ്കിൽ, ഓവർ എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ ആൻ ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റ് ബി കോമ്പൻസേറ്റഡ് ബൈ എ ഗവൺമെൻറ് പോളിസി ഓഫ് ഐദർ റെഡ്യൂസിങ് ഗവൺമെൻറ് സ്പെൻഡിങ് ഓർ ഇൻക്രീസിങ് ടാക്സ് ഓർ ബോത്ത്. ഇപ്പോൾ പണപ്പെരുപ്പം ആണെന്നുണ്ടെങ്കിൽ, പണം കൂടുതൽ ആളുടെ കയ്യിൽ അല്ലെങ്കിൽ എക്കോണമിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക അല്ലെങ്കിൽ ടാക്സ് കൂട്ടുകയും ചെയ്യും. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറച്ചാലും ആളുടെ കയ്യിലെത്തുന്ന പൈസ കുറയും, അതേപോലെ ടാക്സസ് ഇൻക്രീസ് ചെയ്ത ആളുടെ കയ്യിൽ നിന്നുള്ള പൈസ ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യും. അതുവഴിയാണ് എന്ത് ചെയ്യുക, കോമ്പൻസേറ്റ് ചെയ്യുന്നത്. Okay, thus compensatory fiscal policy is primarily an attempt to counterbalance changes in private investment. അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുന്നതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസി ഉപയോഗിക്കുക. അപ്പോൾ കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർത്ത് വെക്കേണ്ടത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു സമയത്ത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്, അവിടെ ഓവർ എക്സ്പാൻഷൻ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറക്കും, ടാക്സ് കൂട്ടും, അങ്ങനെ ആളുകളുടെ കയ്യിലെത്തുന്ന പൈസ കുറക്കും. ഇനി ഡീഫ്ലാഷണറി പ്രശ്നമാണ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടുകയും ചെയ്യും, ടാക്സ് കുറയ്ക്കുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്, കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് പകരമായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, അതാണ് കോമ്പൻസേറ്ററി. അതിന് പകരമായിട്ടില്ലേ നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് this is all about compensatory fiscal policy. Okay, next we move on to fiscal policy and stabilization of economic activities. The role of fiscal policy in relation to stabilization is the achievement of full employment, price stability and appropriate rate of economic growth and balance of payments equilibrium. അപ്പോൾ ഫിസിക്കൽ പോളിസി ഉപയോഗിക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു, ഫുൾ എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി, പിന്നെ എക്കണോമിക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം നേടിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. When an economy is experiencing unemployment, fiscal policy can be used to attain full employment. ഒരു എക്കോണമി അൺഎംപ്ലോയ്മെൻറ്റ് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ പോളിസി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഡിസിക്ലിബ്രിയം അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കണം. അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കണം. അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കുക എങ്ങനെ, ആളുടെ കയ്യിൽ പൈസ എത്തിയാലാണ്. പൈസ എത്തണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കണം. This can be done by the government resorting to what is called deficit financing. The expansionary effect of deficit spending will be greater if it is financed by the creation of new money rather than by borrowing. അപ്പോൾ ആളുടെ കയ്യിൽ പൈസ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. എന്ത് ചെയ്യുക, പുതിയ പൈസ രൂപീകരിക്കുക, ക്രിയേഷൻ ഓഫ് ന്യൂ മണി. ഓക്കെ, the additional income so created will lead to an increase in employment. അങ്ങനെ ഇൻകം ആളുടെ കയ്യിൽ എത്തിയാൽ എന്ത് ചെയ്യും, കൂടുതൽ അധികം ഡിമാൻഡ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോലിക്കാൾ നിർത്തേണ്ടി വരും. അപ്പോൾ അവരുടെ കയ്യിൽ വീണ്ടും ജോലിക്കാൾ നിർത്തേണ്ടി വരും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, then the second one is price stability. Protecting the economy from inflation is another objective of fiscal policy. An economy is subject to inflationary pressures when the level of expenditure exceeds the level of output produced. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷണറി പ്രഷറിൽ നിന്ന് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പണപ്പെരുപ്പത്തിൽ നിന്ന് ഒരു എക്കോണമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
എപ്പോഴാണ് ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടാകുന്നത്? നമ്മുടെ കയ്യിലെ ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, അങ്ങനെ ആകുമ്പോഴാണ് ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടാവുക. നമ്മുടെ ഔട്ട്പുട്ട് കുറവും നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ ഓരോ സാധനത്തിൻ്റെയും വില കൂടുക, അതാണ് ഇൻഫ്ലേഷണറി പ്രഷറിലേക്ക് വരുന്നത്. അപ്പം അത്തരത്തിലൊരു സിറ്റുവേഷനിൽ നിന്ന് എക്കോണമിയെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ആളുകളുടെ കയ്യിലുള്ള കൂടുതലുള്ള പൈസ, അതായത് എക്സസ് പർച്ചേസിങ് പവർ, കൂടുതലുള്ള പണം എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം, ഒഴിവാക്കണം, ആളുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഫിസിക്കൽ പോളിസി മേ ബി ഡിസൈൻ ടു റെഡ്യൂസ് ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറക്കാനുള്ള വഴിയാണ് അപ്പോൾ ഫിസിക്കൽ പോളിസിയിൽ അഡോപ്റ്റ് ചെയ്യുക. അതിനെന്ത് ചെയ്യണം? ഗവൺമെൻറ് പുതിയ ടാക്സസ് ചുമത്തും. ടാക്സ് ചുമത്തുമ്പോൾ ആളുടെ കയ്യിൽ നിന്ന് പൈസ ഗവൺമെൻറ് കയ്യിലേക്ക് എത്തും. അതേപോലെ reduces the transfer payments together with reduction in public expenditure. Transfer payment കുറക്കും, public expenditure കുറക്കും. These measures may be taken either in combination or in isolation depending on the degree of necessity. ഒന്നെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മാത്രമായിരിക്കും നോക്കുക, അല്ലെങ്കിൽ ടാക്സ് മാത്രമായിരിക്കും. ഇനി രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ച് അത് ആവശ്യാനുസരണം എന്ത് ചെയ്യും? ഗവൺമെൻറ് സ്വീകരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടാകുമ്പോൾ ഓർത്ത് വെക്കേണ്ടത്, ഇൻഫ്ലേഷണറി പ്രഷർ അല്ലെങ്കിൽ ഓവർ എക്സ്പാൻഷൻ, പണപ്പെരുപ്പമാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറക്കും, ടാക്സ് കൂട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി ഡീഫ്ലാഷണറി പ്രഷർ ആണെന്നുണ്ടെങ്കിൽ, അതായത് പണം കുറവാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടും, ടാക്സ് കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, next we move on to economic growth. The rate of economic growth can be accelerated by increasing the rate of capital accumulation through public investment. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ക്യാപിറ്റൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്ത്, അതായത് കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യും? ഗവൺമെൻറ്റിന് എക്കണോമിക് ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുക. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒന്നെങ്കിൽ പബ്ലിക് ബോറോയിങ് വഴിയോ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഫിനാൻസിങ് വഴിയോ ഒക്കെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, പബ്ലിക് ബോറോയിങ് എന്ന് പറഞ്ഞാൽ ആളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുക. ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ് പുതിയതായിട്ടുള്ള കറൻസി രൂപീകരിക്കുക, കറൻസി അടിച്ചിറക്കുക. ഓക്കെ, പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ബേസ് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനും കൂടെ ഉള്ളൊരു സാഹചര്യം അവിടെ ഒരുക്കി കൊടുക്കുകയായിരിക്കും. അതുവഴി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. Next, balance of payment equilibrium. A balance of payment deficit can be corrected by using physical measures. Balance of payment എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമിയിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് വഴിയൊക്കെ കിട്ടുന്ന ക്യാഷ് അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ പോളിസി ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇൻക്രീസ് ഇൻ ഡയറക്റ്റ് ടാക്സസ് വിൽ ലീഡ് ടു എ ഫോൾ ഇൻ ദ ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ദി ടാക്സ് പേയേഴ്സ് ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദിയർ കൺസപ്ഷൻ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ കയ്യിലുള്ള ഇൻകം, ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ് ഒക്കെ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ കയ്യിലുള്ള ഇൻകം കുറയും. അതുവഴി പുറമേ നിന്ന് വരുന്ന സാധനങ്ങളുടെയൊക്കെ കൺസംഷൻ കുറയും, അപ്പോൾ ഇമ്പോർട്ട് കുറയും. A reduction in government transfer payments will lead to a decrease in aggregate consumption and hence in imports. അതേപോലെ ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഒക്കെ കുറക്കുകയാണെന്നുണ്ടെങ്കിലും ആഗ്രിഗേറ്റ് കൺസംഷൻ കുറയും. ഫിസിക്കൽ പോളിസിയിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ് ഫിസിക്കൽ പോളിസി, അതേപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ പോളിസി, ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫിസിക്കൽ പോളിസി, അതായത് ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സസും മെയിനായിട്ട് ഓർത്ത് വെക്കുക. ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുകൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഇൻഫ്ലേഷണറി ആകുമ്പോഴും ഡീഫ്ലേഷണറി ആകുമ്പോഴും ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസി, then physical policy and stabilization of economic activities. So this is all about physical policy. Okay.